ശശി തരൂരിന്റെ മിന്നലാക്രമണ പരാമർശത്തിൽ കോൺഗ്രസിന് അതൃപ്തി. 2016 മിന്നലാക്രമണമാണ് ഇന്ത്യൻ സൈന്യം ആദ്യമായി നിയന്ത്രണ രേഖ കടന്ന് ചെയ്തത് എന്നാണ് തരൂർ പാനമയിൽ നടത്തിയ പരാമർശം. ഈ പരാമർശത്തോടാണ് നേതാക്കൾക്ക് അമർഷം. തരൂരിനെ BJPയുടെ സൂപ്പർ വക്താവാക്കണമെന്ന കടുത്ത വിമർശനം വരെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നു. അതിനിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ തരൂരിന് പിന്തുണയുമായി രംഗത്ത് വന്നു. For the first time, India breached the line of control between India and Pakistan to conduct a surgical strike on a terror base, a launch pad, the Uri strike in September 2015. That was already something we had not done before. Even during the Kargil war, we had not crossed the line of control. In Uri we did. Then came the attack in Pulwama in January 2019. This time we crossed not only the line of control, we crossed the international border and we struck a terrorist headquarters in Balakot. This time we have gone beyond both of those. We have not only gone beyond the line of control and the international border, we have struck at the Punjabi heartland of Pakistan by hitting terror bases, training centers, terror headquarters. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, നയതന്ത്ര പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പോകുമ്പോൾ സ്വാഭാവികമായും ശശി തരൂർ സർക്കാരിനെ പ്രതിരോധിക്കും, സർക്കാരിന് വേണ്ടി സംസാരിക്കും. ഇതറിയാത്തവരല്ല. പക്ഷേ ഈ സംഘത്തിലേക്ക് തെരഞ്ഞെടുത്തതിൽ തൊട്ട് അതൃപ്തിയുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തായാലും ഈ പരാമർശത്തിൽ കടുത്ത അതൃപ്തരാണ്. ആ അതൃപ്തി ഏത് വിധേന തരൂരിനെ അറിയിക്കുമോ? തരൂരിന്റെ ഭാഗത്തുനിന്ന് അതിൽ ഒരു പ്രതികരണം ഉണ്ടാവുമോ? അതൊക്കെയാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് ഈ പ്രസ്താവനയ്ക്ക് ശേഷം പിന്നീട് നടക്കുന്നത്? ശ്രീജ, കോൺഗ്രസും ശശി തരൂരും രണ്ട് ട്രാക്കിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. അതിപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. അതിപ്പോൾ ശശി തരൂർ വിദേശത്തായാലും അതിൽ മാറ്റമില്ല. അതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിലവിൽ പാനമയിലാണ് ശശി തരൂർ ഉള്ളത്. അവിടെ സൈനിക നടപടി വിശദീകരിക്കുകയായിരുന്നു ശശി തരൂർ. അതിനിടയിലാണ് തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതായത് ഭീകരർക്ക് പോലും തിരിച്ചറിവ് വന്നു, ശക്തമായ വില നൽകേണ്ടി വരുമെന്ന് അവർ പോലും തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് 2016 ഇന്ത്യയുടെ ശൈലി മാറ്റിയത്. ആദ്യമായി നിയന്ത്രണരേഖ മറികടന്നുകൊണ്ട് ഇന്ത്യ അത്തരത്തിൽ ഭീകരതാവളങ്ങൾ ആക്രമിച്ചത് 2016 ഉറി ഭീകരാക്രമണത്തിനുള്ള മറുപടിയിലാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞത്. കാർഗിൽ യുദ്ധകാലത്ത് പോലും അത്തരമൊരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നാണ് തരൂർ പറഞ്ഞു വെച്ചത്. ഇതിനെയാണ് കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. അതായത് കോൺഗ്രസിന്റെ കാലത്ത്, പ്രത്യേകിച്ച് 65 യുദ്ധകാലത്തും 71 കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ചിരുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ ഇന്ത്യ അതിർത്തി കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂരിനെ സൂപ്പർ വക്താവാക്കണം എന്ന വിമർശനം പോലും കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തുടർന്നാണ് ഉദിത് രാജ് ഈ 65 യുദ്ധത്തിന്റെ കാര്യവും 71 പാകിസ്ഥാനെ രണ്ടാക്കിയത് ഇന്ത്യയാണെന്ന കാര്യം ഓർമ്മിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ തരൂരിനോട് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഉദിത് രാജിന്റെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് പവൻ ഖേര, കോൺഗ്രസിന്റെ വക്താവാണ്, രംഗത്ത് വരികയുണ്ടായി. ഇതുകൂടാതെ 65 യുദ്ധ സമയത്ത് ലാഹോറിൽ ഒരു പോലീസ് സ്റ്റേഷൻ കീഴടക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം അവിടെ നിലയുറപ്പിച്ച ചിത്രം പവൻ ഖേര പങ്കുവച്ചിട്ടുണ്ട്. ഈ ട്വീറ്റ് ജയറാം രമേശ്, മാധ്യമ വിഭാഗം മേധാവിയാണ്, ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹവും റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശശി തരൂർ ക്യാമ്പ് ഇപ്പോൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ്. കാരണം ജയറാം രമേശ് അടക്കമുള്ളവർ ഇത് റീട്വീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടൊരു നീക്കം നടക്കുന്നു എന്നാണ് ശശി തരൂർ ക്യാമ്പ് വിശ്വസിക്കുന്നത്. ഏതായാലും തരൂരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആകട്ടെ വലിയ അതൃപ്തി ഇതിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നിരന്തരം പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാട് ശശി തരൂർ പറയുന്നു. അത് പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടാകുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ, ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയെങ്കിലും വലിയ വിമർശനമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ സംഘത്തെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലടക്കം തൊട്ട് വലിയ എതിർപ്പ് തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൂടുതൽ അല്ലെങ്കിൽ മറ നീക്കിക്കൊണ്ട് പുറത്തു വരികയാണ്. തരൂർ ഇപ്പോൾ വിദേശത്തായെങ്കിൽ പോലും. ഏതായാലും BJP ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെയാണ് തരൂരിനെ പ്രശംസിച്ചുകൊണ്ടും ഉദിത് രാജ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടും രംഗത്ത് വരുന്നത്. കാരണം നിരാശയ്ക്കൊരു പരിധിയുണ്ട്. പ്രത്യേകിച്ച് വിദേശത്താണ് തരൂരുള്ളത്. അവിടെ പോയി രാജ്യത്തിനും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണം എന്ന ചോദ്യമാണ് ഇപ്പോൾ BJP ഏതായാലും കോൺഗ്രസിനോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.